ജനാധിപത്യ വിശ്വാസികളും ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റ് ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഇലക്ഷൻ കമ്മീഷൻ 2011 ബാലകൃഷ്ണൻ കൊടുത്ത വെബ്സൈറ്റിൽ ഞാനിത് എത്രയോ തവണ ഈ കേളിച്ചൽ ടൗണിൽ തന്നെ പ്രസംഗിച്ചിട്ടുള്ളതാണ്. അന്നൊരു പക്ഷേ ആളുകൾ ആ പ്രസംഗം കേൾക്കുമ്പോൾ ഞങ്ങൾ വെബ്സൈറ്റിൽ നിന്ന് അതിന്റെ ഡോക്യുമെന്റ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ മുമ്പാകെ കാണിച്ചപ്പോൾ നിങ്ങളത് CPM-കാർ പറയുന്ന രാഷ്ട്രീയ വിവരമില്ലായ്മ എന്നുള്ള നിലയിൽ നിങ്ങളതിനെ മറന്നു കളഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവഗണിച്ചിട്ടുണ്ടാവാം. എന്നാൽ 2011 ബാലകൃഷ്ണൻ കൊടുത്ത വെബ്സൈറ്റിലെ സത്യപ്രസ്താവന ഇപ്പോഴും സർപ്പരേഖ പോലെ അവിടെ നിൽക്കുന്നുണ്ട്. അതിനകത്ത് ബാലകൃഷ്ണന് സ്വന്തമായിട്ടുണ്ടായിരുന്നത് ഒരു TVS വിക്ടറിന്റെ മോട്ടോർ സൈക്കിൾ. അതിന് ബാലകൃഷ്ണൻ തന്നെ നിശ്ചയിച്ചിരിക്കുന്ന വില 30,000 രൂപയാണ്. പിന്നെ ബാലകൃഷ്ണൻ ഉണ്ട് എന്ന് പറയുന്നത് തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിലെ വാളാട് എന്ന് പറയുന്ന പ്രദേശത്ത് 5 സെന്റ് സ്ഥലമാണ് സ്വന്തം പേരിലുള്ളത്. ആ 5 സെന്റ് സ്ഥലത്ത് തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് കൊടുത്ത 450 സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള ഒരു വീട് ബാലകൃഷ്ണന്റെ പേരിലുണ്ട്. പിന്നെ ബാലകൃഷ്ണൻ ഉള്ളത് വാളാട് നോർത്ത് മലബാർ ഗ്രാമീണ ബാങ്ക്. ആ ഗ്രാമീണ ബാങ്കിൽ 25,000 രൂപയുടെ കാർഷിക വായ്പയും ബാലകൃഷ്ണനുണ്ട്. ഇതാണ് ബാലകൃഷ്ണന് ബാധ്യതയും ആസ്തിയുമായിട്ടുള്ളത്. ആ ബാലകൃഷ്ണന്റെ 2021 ബാലകൃഷ്ണൻ മത്സരിച്ചപ്പോൾ ഇതേ ഇലക്ഷൻ കമ്മീഷന് ബാലകൃഷ്ണൻ കൊടുത്ത അഫിഡവിറ്റിനകത്ത് ബാലകൃഷ്ണന്റെ ആസ്തി 10 കൊല്ലം കൊണ്ട് എത്രമാത്രം വലുതായി വിപുലീകരിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങൾ പരിശോധിക്കണം. ബാലകൃഷ്ണനെ ന്യായീകരിച്ചുകൊണ്ട് കുറെ എരപ്പന്മാർ 4 ദിവസം മുമ്പ് ഈ കേളിച്ചൽ ടൗണിലൂടെ ബാലകൃഷ്ണനെ ക്ഷേമ ചെയ്താൽ നിങ്ങൾ വേറെന്തോ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു പ്രകടനം നടത്തിയിട്ടില്ലേ? ആ എരപ്പന്മാർ കേൾക്കാനാണ് പറയുന്നത്. ആ എരപ്പന്മാരോടാണ് CPM-ന് ചോദിക്കാനുള്ളത്. 2011-ലും 2021-ലും ബാലകൃഷ്ണൻ ഉണ്ടായിട്ടുള്ള ഈ സാമ്പത്തികമായ വളർച്ചയ്ക്ക് കോൺഗ്രസിന് എന്താണ് മറുപടി പറയാനുള്ളത്? ബാലകൃഷ്ണൻ അതിനുശേഷം ഇന്ന് ബാലകൃഷ്ണന്റെയും മക്കളുടെയും ഭാര്യയുടെയും പേരിൽ 50 ലക്ഷത്തിന്റെ LIC പോളിസി ഉണ്ട്. 50 ലക്ഷത്തിന്റെ LIC പോളിസിക്ക് ഒരു വർഷം എത്രമാത്രം പ്രീമിയം വരുമെന്ന് നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. ബാലകൃഷ്ണന്റെ കയ്യിൽ ഇന്നോവ കാറുണ്ട്. ഇന്നോവ കാറിന് ബാലകൃഷ്ണൻ ഇലക്ഷൻ കമ്മീഷന് കൊടുത്തിരിക്കുന്ന വില 6 ലക്ഷം രൂപയാണ്. 6 ലക്ഷം രൂപയ്ക്ക് ബാലകൃഷ്ണൻ ആ കാറ് കൊടുക്കാൻ തയ്യാറുണ്ടോ? അതിനു മുമ്പ് ബാലകൃഷ്ണന് ഡസ്റ്റർ 14 ലക്ഷം രൂപ വിലയുള്ള ഡസ്റ്ററിന്റെ പുതിയ കാറ് വാങ്ങി. ബാലകൃഷ്ണന് തിരുവനന്തപുരത്ത് ചെന്നാൽ സഞ്ചരിക്കാൻ സ്വിഫ്റ്റ് ഡിസയറിന്റെ കാറ് വാങ്ങി. ഈ കേളിച്ചിറയിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ സജീവമായിട്ടുണ്ടായിരുന്ന ഒരു കുടുംബത്തിൽ നിന്നും അദ്ദേഹം വാടകയ്ക്ക് താമസിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആ വാടക വീട് വില കൊടുത്തു വാങ്ങി. 21 ലക്ഷം രൂപ ബാലകൃഷ്ണൻ അഡ്മിറ്റ് ചെയ്ത തുകയുണ്ട്. 60 ലക്ഷം രൂപയ്ക്കാണ് ആ വീട് സ്ഥലവും വാങ്ങിയിരിക്കുന്നത്. IC ബാലകൃഷ്ണനും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും അദ്ദേഹത്തിന്റെ 3 പ്രിയപ്പെട്ട മക്കൾക്കും അവരെ ഒന്നും ഇതിലേക്ക് വലിച്ചടയ്ക്കാൻ ഞങ്ങൾക്ക് യാതൊരു താല്പര്യവുമില്ല. പക്ഷേ ബാലകൃഷ്ണൻ ഇലക്ഷൻ കമ്മീഷന് ഒപ്പിട്ട് കൊടുത്ത പ്രസ്താവനയിൽ തന്റെ ഭാര്യ അവർക്കുള്ള സ്വർണത്തെ കുറിച്ച് പറയുന്നുണ്ട്, തന്റെ ഭാര്യയ്ക്കുള്ള LIC-യുടെ ബാധ്യതയെ കുറിച്ച് പറയുന്നുണ്ട്, തന്റെ പ്രിയപ്പെട്ട മക്കൾ അവർക്കുള്ള സ്വർണ്ണാഭരണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, തന്റെ പ്രിയപ്പെട്ട മക്കളുടെ LIC പോളിസിയെ കുറിച്ച് പറയുന്നുണ്ട്. ബാലകൃഷ്ണൻ തന്നെ അഡ്മിറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ആ വിവരമാണ് ഞങ്ങൾ പറയുന്നത്. മിസ്റ്റർ ബാലകൃഷ്ണൻ, എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇത്രമാത്രം സമ്പാദ്യം ഉണ്ടായിട്ടുള്ളത്? കൊടയിൽ ഇഞ്ചി കൃഷിയുണ്ട് എന്ന് ആളുകൾ പറയുന്നുണ്ട്. വടക്കനാടുള്ള ഒരു കോൺഗ്രസ് നേതാവിന്റെ ഷെയറിൽ കൊടയിൽ ബാലകൃഷ്ണന് ഇഞ്ചി കൃഷിയുണ്ട്. എവിടെ നിന്നാണ് ബാലകൃഷ്ണൻ ഇത്രമാത്രം സമ്പാദ്യം? നിങ്ങൾ നോക്കൂ, വയനാട്ടിൽ നിന്ന് ആദ്യമായ ഒരു MLA ബാലകൃഷ്ണൻ മാത്രമല്ല, സഖാവ് CK ശശീന്ദ്രൻ MLA ആയിട്ടുണ്ട്, സഖാവ് വർഗീസ് വൈദ്യർ MLA ആയിട്ടുണ്ട്, സഖാവ് ഓമാർക്കോട് MLA ആയിട്ടുണ്ട്. ഇന്നും വനമരത്ത് സുഖമില്ലാതെ കിടക്കുന്ന സഖാവ് KC കുഞ്ഞിരാമൻ MLA ആയിട്ടുണ്ട്. ഇവർക്കൊന്നുമില്ലാത്ത വരുമാനം ഇത്രമാത്രം എവിടെ നിന്നാണ് ബാലകൃഷ്ണൻ ഉണ്ടാകുന്നത്? ഞാനതിന്റെ ആകെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. വരും ദിവസങ്ങൾ വയനാടും പ്രത്യേകിച്ച് പൂതാടിയുടെയും രാഷ്ട്രീയ മണ്ഡലം പ്രക്ഷുബ്ധമാകുമെന്ന് യാതൊരു സംശയവുമില്ല. ബാലകൃഷ്ണന് വയനാടിന്റെ തെരുവിലൂടെ NM വിജയൻ എന്ന് പറയുന്ന 50 വർഷക്കാലം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച NM വിജയന്റെയും മകന്റെയും ചോര കുടിച്ച രക്തമിറ്റ് വീഴുന്ന വംശങ്ങളുമായി നടക്കുന്ന ഈ കൊലയാളിയെ വയനാടിന്റെ തെരുവിലൂടെ സഞ്ചരിക്കാൻ
അംഗീകരിക്കാൻ ഈ മഹാപ്രസ്ഥാനം സമ്മതിക്കുകയില്ല. NM വിജയന് കോൺഗ്രസുകാർക്ക് വേണ്ടായിരിക്കും. NM വിജയൻ വിഷം കൊടുത്തുകൊണ്ട മകന് കോൺഗ്രസുകാർക്ക് വേണ്ടായിരിക്കും. ഞങ്ങൾ ആ കുടുംബത്തിനൊപ്പമാണ്. ആ കുടുംബത്തിന് NM വിജയൻ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് എഴുതിയ 10 പേജുള്ള കത്ത് ഞങ്ങളുടെ കയ്യിലുണ്ട്. ആ കത്തിനകത്ത് വളരെ കൃത്യമായി, കത്തിന്റെ ആകെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല, ആ കത്തിന്റെ അവസാനം പിന്നെ NM വിജയൻ എഴുതി ചേർത്തിട്ടുണ്ട്. ആ കത്തിന്റെ ഏറ്റവും അവസാനം NM വിജയൻ പറയുന്നുണ്ട്, സർ, കത്ത് കൊടുത്തിരിക്കുന്നത് KPCC പ്രസിഡന്റിനാണ്. KPCCയുടെ പ്രസിഡന്റിന് കൊടുത്ത കത്തിന്റെ ഏറ്റവും അവസാനം NM വിജയൻ പറയുന്നത് ഇങ്ങനെയാണ്, സർ, ഇതിന്റെ ഒരു ഭാഗം മാത്രം, ചെറിയൊരു ഭാഗമേ ഞാൻ വായിക്കുന്നുള്ളൂ. ഈ കത്ത് KPCCയുടെ പ്രസിഡന്റ് സുധാകരന് വേണ്ടി മരിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് കോൺഗ്രസിന്റെ വയനാട് ജില്ലയുടെ ട്രഷറായിട്ടുള്ള NM വിജയൻ എഴുതിയതാണ്. അതിൽ പറയുന്നു, സർ, ഈ മരണക്കുറിപ്പ് അങ്ങേക്ക് ലഭിച്ച് 10 ദിവസം കാത്തിരിക്കണമെന്ന് ഞാൻ എന്റെ മക്കൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ മരണക്കുറിപ്പ് അങ്ങേക്ക് ലഭിച്ച് 10 ദിവസം കാത്തിരിക്കണമെന്ന് എന്റെ മക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനുശേഷം ഈ കത്തിന്റെ കോപ്പി വയനാട് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകണമെന്നും പറഞ്ഞിട്ടുണ്ട്. അതിനിടവരുത്തരുതെന്ന് വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുന്നു. എന്നൊരു മനുഷ്യൻ തന്റെ മകന് വിഷം കൊടുത്ത് ബാക്കി വിഷം സ്വന്തം വായിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പ് ഈ കോൺഗ്രസിന്റെ കാവാലികന്മാർ 50 വർഷം കോൺഗ്രസിനെ കൊണ്ടു നടന്ന ഒരു മനുഷ്യന് തന്റെ മകനെ കൊലപ്പെടുത്തുന്നതിനുള്ള മാനസികാവസ്ഥയിലേക്ക് എത്തിച്ച ആ മനുഷ്യന്റെ അവസാന നിമിഷം